ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഫസ്റ്റ് ഹഡിലിൽ ഇദ്ദേഹം വീണു, എന്നിട്ടും ആ റേസ് ഇദ്ദേഹം ഓടിത്തീർത്തു. ഈ ഒരു വീഡിയോയ്ക്ക് പിന്നാലെ വലിയൊരു കാര്യമാണ്, വീണ ടൈമിൽ തന്നെ ബാക്കിയുള്ളവരുടെ റേസ് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും, എന്നിട്ടാണ് ഇദ്ദേഹം ഓടി ഫിനിഷ് ചെയ്തത്. അത് വേറെ ലെവൽ സ്പോർട്സ്മാൻ സ്പിരിറ്റ് തന്നെയാണ്, അത് എല്ലാവരെ കൊണ്ടും പറ്റില്ല. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് റേസിലൊക്കെ പങ്കെടുക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു ഫീല് മനസ്സിലാവുള്ളൂ. കാരണം നമ്മൾ തോറ്റു എന്ന് അറിഞ്ഞിട്ടും ആ ഒരു ഇത് കംപ്ലീറ്റ് ചെയ്യാൻ കാണിക്കുന്ന മൈൻഡ് സെറ്റ് അത് വേറെയാണ്. അതായത് ദ റിയൽ സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്ന് പറയുന്നത് നമ്മളൊരു റേസ് ജയിക്കണതല്ല, നമ്മൾ ആ റേസ് കംപ്ലീറ്റ് ചെയ്യുക, നമ്മൾ എടുത്തിരിക്കണം, നമ്മൾ തീരുമാനിച്ചിരിക്കുന്ന കാര്യം പ്രോപ്പറായി എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് കാര്യം. അതിനെയാണ് ഈ ഡിസിപ്ലിൻ എന്ന് പറയാം. അപ്പോൾ എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ വേറൊരു കാര്യം ഓർമ്മ വന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് സബ് ജില്ലാ മീറ്റിന് ഞങ്ങൾ ഓടാൻ പോയിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ സ്കൂൾ സബ് ജില്ലയ്ക്ക്. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരന് സെയിം അനുഭവം. അവൻ ഫസ്റ്റ് ഹഡിലിൽ വീണ്, സെക്കൻഡ് ഹഡിലിൽ വീണ്, തേർഡ് ഹഡിലും വീണിട്ട് അവൻ ആ റേസ് ഓടി തീർത്തിട്ടുണ്ടായിരുന്നു. അത് വല്ലാത്തൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു. കാരണം ഇവൻ ഓടി കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഇവൻ്റെ മേത്ത് ഫുള്ള് ചോരയായിരുന്നു, 3 ഹഡിലാണ് വീണിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഉദ്ദേശിച്ച ആൾ കാണുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്.